ബ്രില്യൻറ്റിന്റെ IIT എയിംസ് 2-year +2 പ്രോഗ്രാമിലൂടെ +1 +2 പഠനത്തോടൊപ്പം നീറ്റ് 2024 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് അഭിനവ് സുനിൽ പ്രസാദ്. നീറ്റ് 2024 പരീക്ഷയിൽ 715 മാർക്കോടെ കേരള മെഡിക്കൽ 5ാം റാങ്കാണ് ഈ മിടുക്കൻ കരസ്ഥമാക്കിയത്. തന്റെ +1 +2 പഠനത്തോടൊപ്പമുള്ള എൻട്രൻസ് പരിശീലനത്തിന്റെ വിശേഷങ്ങൾ അഭിനവ് പങ്കുവയ്ക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. +1 +2 ഞാൻ ദേവഗിരി CMI പബ്ലിക് സ്കൂള് കാലിക്കറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ബ്രില്യൻറ്റിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എങ്ങനെയായിരുന്നു ബ്രില്യൻറ്റിലെ ക്ലാസ്സുകളും സ്കൂളിലെ ക്ലാസ്സുകളും ഒക്കെ? അത് നല്ല സിൻക്രണൈസ്ഡ് ആയിട്ടായിരുന്നു. ഒരു രാവിലെ മുതൽ ഉച്ച വരെ സ്കൂൾ ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കും വൈകുന്നേരം ബ്രില്യൻറ്റ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതൊരു സിൻക്രണൈസ്ഡ് ആയിട്ട് പോയതുകൊണ്ട് അധികം ബുദ്ധിമുട്ട് തോന്നിയില്ല ക്ലാസ്. ഇപ്പോൾ സ്കൂൾ പഠിപ്പിക്കുന്ന സാധനം സിമിലർ ആയിട്ടായിരിക്കും ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സെല്ലാം വരുന്നത്. ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽ പിന്നെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലാ മോഡൽ എക്സാമിൻ്റെ മുന്നേ പ്രോപ്പറായിട്ട് എന്താ വെച്ചാൽ NCERT ഫസ്റ്റ് ഓഫ് ഓൾ റിവൈസ് ചെയ്യും ആ ചാപ്റ്ററിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെയുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് നോട്ടും വർക്ക് ബുക്കും ചെയ്യും. പിന്നെ സ്റ്റഡി പാക്കേജ്, പിന്നെ റെസണൻസ് മെറ്റീരിയൽ, പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ലൈബ്രറി ബുക്സ് എടുത്ത് സോൾവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്തുകൊണ്ട് പിന്നെ മോഡൽ എക്സാംസ് വരുമ്പോൾ പിന്നെയും ഈസി ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ അവിടെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫുൾ ടോപ്പിക്ക് മൊത്തം കവർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈസി ലെവൽ, ഏറ്റവും ഈസി ലെവൽ, പിന്നെ കുറച്ച് നല്ല ചാലഞ്ചിങ് ക്വസ്റ്റ്യൻസ്, എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് അവസാനമായപ്പോൾ പിന്നെ കോൺഫിഡൻസ് കിട്ടി. നീറ്റ് എക്സാം ഹാളിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല കൂളായിരുന്നു. എന്ന് വെച്ചാൽ കുറേ മോക്ക് ടെസ്റ്റും യൂണിറ്റ് എക്സാമിൽ എഴുതിയോണ്ട് ഒരു ബ്രില്യൻ്റ് എക്സാം പോലെയാണ് തോന്നിയത് ഫസ്റ്റ് ഓഫ് ഓൾ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.